എൻ പ്രശാന്തിന് മറുപടി നൽകിയ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ കുറ്റാരോപണ മെമ്മോയ്ക്ക് മറുപടി നൽകുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്നും അതിനുശേഷം രേഖകൾ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥന് അവസരമുണ്ടാകുമെന്നും ചീഫ് സെക്രട്ടറി മറുപടിയിൽ പറയുന്നു. എൻ പ്രശാന്തിന് മറുപടി നൽകാനുള്ള സമയം 15 ദിവസം നീട്ടിയിട്ടുണ്ട്. വിവരങ്ങളുമായി സലീം മാലിക് ചേരുകയാണ്. സലീം, ഈ IAS തലപ്പത്തെ പോര്, അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ, അതിനൊക്കെ ഇടയിലുള്ള ഈ അസാധാരണമായ പ്രശാന്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നീക്കം, അതിന് ചീഫ് സെക്രട്ടറി നൽകുന്ന മറുപടി എങ്ങനെയാണ്? എൻ പ്രശാന്തിന് മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. കുറ്റാരോപണ മെമ്മോയ്ക്ക് മറുപടി നൽകുകയാണ് ആദ്യം ചെയ്യേണ്ടത് എന്നാണ് ചീഫ് സെക്രട്ടറി പറയുന്നത്. നേരത്തെ ഈ കുറ്റാരോപണ മെമ്മോയ്ക്ക് മറുപടി നൽകാതെ അതിൽ വിശദീകരണം തേടുന്ന അസാധാരണമായ നടപടിയിലേക്ക്, തീരുമാനത്തിലേക്ക് എൻ പ്രശാന്ത് IAS കടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി അക്കാര്യത്തിൽ മറുപടി നൽകുന്നത്. ആദ്യം എൻ പ്രശാന്ത് മറുപടി നൽകുകയാണ് വേണ്ടത്. ഈ കുറ്റാരോപണ മെമ്മോയ്ക്ക് മറുപടി നൽകുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം രേഖകൾ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥന് അവസരം ഉണ്ടാകുമെന്ന് ചീഫ് സെക്രട്ടറി മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, വിവരങ്ങൾ എന്താണ് സലീം? രജിത്ത്, ഈ എൻ പ്രശാന്ത് IASുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് നേരത്തെ ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് എൻ പ്രശാന്ത് നൽകിയിരുന്നു. ആ കത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത് ഡിജിറ്റൽ തെളിവുകൾ തനിക്ക് കാണണം, ഡിജിറ്റൽ തെളിവുകൾ കാണേണ്ടത് തൻ്റെ അവകാശമാണ്, തൻ്റെ സസ്പെൻഷനിലേക്ക് നയിച്ചത് എന്ത് കാര്യം എന്നുള്ള വിവരം തനിക്കറിയണമെന്നുള്ളത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. അത് ഈ സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ, അദ്ദേഹത്തിന് ലഭിച്ച സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ പറയുകയും ചെയ്തിരുന്നു, ഈ വേണമെങ്കിൽ ഡിജിറ്റൽ തെളിവ് ഉൾപ്പെടെ കാണാമെന്നുള്ളത്. അതായിരുന്നു ചോദിച്ചത്. അതിന് മറുപടിയായാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഒരു മറുപടി കത്ത് നൽകിയിരിക്കുന്നത്. അത് ആദ്യം മെമ്മോയ്ക്ക് മറുപടി നൽകട്ടെ, അതിനുശേഷമാകാം കത്ത് കാണുന്നത്. കത്ത് എപ്പോൾ വേണമെങ്കിലും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലെത്തിയാൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആദ്യം നൽകേണ്ടത് മെമ്മോയ്ക്ക് മറുപടിയാണ് എന്ന് പറയുന്നത്. മാത്രമല്ല, സർക്കാർ ആ മെമ്മോയ്ക്ക് മറുപടി നൽകാനുള്ള സമയം കൂടി എൻ പ്രശാന്തിന് നീട്ടി നൽകിയിട്ടുണ്ട്. 15 ദിവസം കൂടി നീട്ടി നൽകിയിട്ടുണ്ട്. അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നിലവിൽ ഈ കെ ഗോപാലകൃഷ്ണൻ IASന്റെ സസ്പെൻഷൻ പിൻവലിക്കുകയും ഒപ്പം തന്നെ എൻ പ്രശാന്തിൻ്റെ സസ്പെൻഷൻ തുടരുകയും ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന കാരണമായി തന്നെ റിവ്യൂ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചതും ഇതേ കാര്യം തന്നെയാണ്. അതായത് കെ ഗോപാലകൃഷ്ണൻ മെമ്മോയ്ക്ക് മറുപടി നൽകി, കൃത്യസമയത്ത് തന്നെ മറുപടി നൽകി, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അതേസമയം എൻ പ്രശാന്ത് മെമ്മോയ്ക്ക് മറുപടി നൽകിയില്ല. മാത്രമല്ല, അതിനുശേഷം സർക്കാരിനെ വെല്ലുവിളിക്കുന്ന നടപടികളായിരുന്നു സ്വീകരിച്ചത് എന്നുള്ളതാണ് റിവ്യൂ കമ്മിറ്റിയുടെ കണ്ടെത്തൽ.